നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം വിട്ടെന്ന് റിപ്പോർട്ട്. രാഹുലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും 15-ലധികം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും പുറത്തുവരുന്ന വിവരമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, വലിയ മാനങ്ങളുള്ള കേസാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കുമെന്നും സുരേന്ദ്രൻ. തൃശൂർ ഷൊർണൂർ റോഡിൽ പാടൂക്കാട് സ്വകാര്യ ബസിനിടയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുല്ലഴി സ്വദേശി മരുത്തോണിക്കൽ വീട്ടിൽ അന്ത്രോസ് ആണ് മരിച്ചത്. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രവാസി വ്യവസായിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. റാഫേൽ പൊഴോലിപ്പറമ്പിലിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തി. ഇരിങ്ങാലക്കുടയിലെ മാസ് തിയേറ്റർ ഉടമയാണ് റാഫേൽ. ആളൂരിൽ ഹോട്ടൽ ഉടമ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായി പരാതി. നില ഫുഡ് കോർട്ട് നടത്തിപ്പുകാരനും കണ്ടാലറിയാവുന്ന സ്ത്രീക്കും പുരുഷനും എതിരെയുള്ള ആളൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ് പോലീസിൽ പരാതി നൽകിയത്. കാട്ടൂർ ചെമ്പൻചാലിൽ UDF LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ വസ്തുക്കൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് കരാഞ്ചിറ ഡിവിഷനിൽ മത്സരിക്കുന്ന അംബുജ രാജിന്റെയും 14-ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി PS മനുവിന്റെയും ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളുമാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച ആഘോഷിക്കും. വൻ ഭക്തജന തിരക്കാണ് ഗുരുവായൂരിൽ പ്രതീക്ഷിക്കുന്നത്. ദശമി ദിനമായ ഞായറാഴ്ച പുലർച്ചെ തുറക്കുന്ന ക്ഷേത്രനട ദ്വാദശി ദിനം രാവിലെ വരെ തുടർച്ചയായി 54 മണിക്കൂർ തുറന്നിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളുമായ 16 സ്ഥാനാർത്ഥികൾക്ക് ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജി മോൻ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് തലത്തിലുള്ള ത്രിതല പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തൃശൂർ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ PTA നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷാജു അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് NDA സ്ഥാനാർത്ഥികളുടെ സംഗമം BJP സംസ്ഥാന സമിതി അംഗം പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. BJP വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാടൂർ ഇടിയഞ്ചിറ ഹംസിയ മസ്ജിദിൽ റിഫായ് റാത്തീബ് നടത്തി. മഹൽ ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അൽ ഖാസിമി നസീയത്ത് മതപ്രഭാഷണം നടത്തി. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ മുന്നോടിയായി മാളയിൽ ദീപശിഖ റാലി സംഘടിപ്പിച്ചു. കാർമൽ കോളേജ് കവാടത്തിൽ നിന്ന് ആരംഭിച്ച റാലി മാള SI PM റഷീദ് ഉദ്ഘാടനം ചെയ്തു. ബാംഗ്ലൂരിൽ കുളിമുറിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എരുമപ്പെട്ടി സ്വദേശിയായ യുവാവ് മരിച്ചു. തിപ്പല്ലൂർ ചിച്ചിലപ്പള്ളി പരേതനായ സേവ്യാർ മകൻ 29 വയസ്സുള്ള സനുവാണ് മരിച്ചത്. തൃശൂർ പാലസ് ഗ്രൌണ്ടിലെ വോക്കേഴ്സ് ക്ലബിന്റെ സ്പോർട്സ് മീറ്റ് ഞായറാഴ്ച നടക്കും. 360 അംഗങ്ങളുള്ള ക്ലബിൽ 18 വയസ്സ് മുതൽ 92 വയസ്സ് വരെയുള്ള 5 കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ മാറ്റുരയ്ക്കും. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവം ചാലക്കുടി വ്യാസ വിദ്യാനികേതനിൽ ആരംഭിച്ചു. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. അഴീക്കോട് കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് ബോട്ടുകൾ പിടികൂടിയത്. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർതൃവീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വനിതാ കമ്മീഷൻ അധ്യക്ഷ വിശദമായ അന്വേഷണ റിപ്പോർട്ട് തേടി. കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പട്ടം തുരുത്തി മേക്കാട് ശങ്കരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ഡിസംബർ 1-നാണ് ഏകാദശി. കൊട്ടേക്കാട് യുവജന കലാസമിതിയുടെ 9ാമത് NK ദേവസി സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം ഡിസംബർ 1 മുതൽ 5 വരെ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കും. തിങ്കളാഴ്ച വൈകിട്ട് ചലച്ചിത്ര നടൻ സുനിൽ സുഗതൻ ഉദ്ഘാടനം ചെയ്യും.
കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സംഗീത സംവിധായകൻ ഔസേപ്പ് അച്ചൻ ഉദ്ഘാടനം ചെയ്തു. സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 28-ന് തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് മത്സരം നടത്തുന്നത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി തൃശൂരിൽ വിദ്യാഭ്യാസ രക്ഷാ സദസ്സ് സംഘടിപ്പിക്കും. ഡിസംബർ 2-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന പരിപാടി അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. എങ്കക്കാട് സംഘടിപ്പിക്കുന്ന ദേശീയ ചിത്രകലാ ക്യാമ്പയിന്റെയും ഗ്രാമീണ കലോത്സവത്തിന്റെയും ബ്രോഷർ പ്രകാശനം ശനിയാഴ്ച നടക്കും. സാഹിത്യകാരൻ ഇ സന്ധ്യ പ്രകാശനം നിർവഹിക്കും. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കെത്തിയ വനിതാ ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ യുവാവിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര പത്തുടി സ്വദേശി മധുവാണ് അറസ്റ്റിലായത്. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും ഡിസംബർ 1-ന് നടക്കും. സാംസ്കാരിക സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 1,73,00,000 രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതി പിടിയിൽ. പെരിന്തൽമണ്ണ സ്വദേശി അറക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് അൻവറാണ് അറസ്റ്റിലായത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.